മാത്തമാറ്റിക്സിൽ പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കുമായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ 6 സ്റ്റേജിൽ നടത്തപ്പെടുന്ന ഒരു ഒളിമ്പ്യാഡ് എക്സാമിനെ കുറിച്ച് മക്കൾ എല്ലാവരും കേട്ട് കാണും. സോ ഈ ഒരു മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് IOQM ആണ് അല്ലേ. IOQM എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫൈഡ് ഇൻ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം തന്നെയാണ്, എപ്പോഴാണ് IOQM രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴാണ് എക്സാം ഉണ്ടായിരിക്കുക, അതേപോലെ തന്നെ ഇവിടെ എപ്പോഴാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നതിനെ പറ്റിയിട്ട്. സോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മക്കളെ IOQM എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ആദ്യവാരം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണയും IOQM എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ആദ്യവാരം തന്നെയായിരിക്കും. IOQM എക്സാമിനെ സംബന്ധിച്ച മറ്റെല്ലാ ഇൻഫർമേഷൻസും സൈറ്റിൽ തന്നെ അപ്ലോഡ് ആവുന്നത് ജൂൺ ആദ്യവാരമായിരിക്കും. ഇതേപോലെ തന്നെ മക്കൾക്ക് എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് IOQM എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ പകുതിയാകുമ്പോഴുമായിരിക്കും. സോ മറ്റെല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് IOQM സംബന്ധിച്ച എല്ലാ ഇൻഫർമേഷൻസും ഈ ചാനലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എല്ലാം ലഭിക്കുന്നതായിരിക്കും. മക്കൾ എന്ത് ചെയ്യുക, ചാനൽ ഇതിനായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എപ്പോഴാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനെ പറ്റി കൺഫ്യൂഷൻ ആണ് അല്ലേ. IOQM എക്സാമിന്റെ സിലബസ് എന്താണ്, എവിടുന്ന് പഠിച്ചു തുടങ്ങണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, എങ്ങനെയാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക, ബാച്ചിലർ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സുകളും ഉണ്ടായിരിക്കുന്ന അറിയാം. സോ നിങ്ങളുടെ അത്തരം എല്ലാ ഡൗട്ട്സുകൾക്കുള്ള ക്ലാരിഫിക്കേഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഗാ ലോഞ്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ മക്കളെ മെയ് മാസം 24-ാം തീയതി ആയിരിക്കും മെഗാ ലോഞ്ച് ഉണ്ടായിരിക്കുക. സോ ലോഞ്ചിനെ സംബന്ധിച്ച മറ്റ് അപ്ഡേറ്റുകൾ നമുക്ക് ചാനൽ ഉടൻ തന്നെ എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. സോ എല്ലാവരും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.